എത്ര നാൾ കഴിയുമ്പം ഒരു കിലുക്കം ഇന്നും കാണും. മണിച്ചിത്രത്താഴ് ഇന്നും കാണും. ദൃശ്യം ഈയിടെ വന്ന അതെല്ലാം കഴിഞ്ഞ് അടുത്ത മാസം എല്ലാം തുടരും. ഒരു കഥാതന്ത്വം ഉണ്ടല്ലോ. അപ്പം അത് ആൾക്കാർ ഇന്നും സ്വീകരിക്കുന്നുണ്ട്. വേറെ ചില പടങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പോകുന്നത് പിന്നെ അതില്ല. കാരണം ഈ പറഞ്ഞ ചെറുപ്പക്കാർക്ക് പോലും ഒരു കഥയില്ലെങ്കിൽ കുറച്ച് പേര് അടിപൊളി എന്നൊക്കെ പറയും, പിന്നെ പോവില്ല. അതാണ് നമ്മൾ കാണുന്നൊരു പാഠം. അതുകൊണ്ട് ഇറക്കിയവർ മോശക്കാരാണെന്നോ അഭിനയം മോശമൊന്നുമല്ല, നമ്മുടെ രീതിയിൽ വരുന്നൊരു മാറ്റമാണ്. മൂല്യമുള്ളതിനെ ഇന്നും മുറുകെ പിടിക്കാനുള്ള താല്പര്യമുണ്ട്. അതേസമയത്ത് പഴയതുപോലെ അത്രയും കയ്യടിയോടെ ആയിരിക്കുകയില്ല. പക്ഷെ ഒന്നുമില്ലെങ്കിൽ ചുമ്മാ അങ്ങ് പോകും. അത് പാട്ടാണേലും ഇപ്പം നമുക്ക് ഒരു നല്ലൊരു പാട്ട് പാടാനില്ലല്ലോ, മനസ്സിൽ നിൽക്കുന്നൊരു പാട്ടേ. അത് പഴയ പാട്ടുകൾ ഇന്നാളിലും മീഡിയയിലെ സ്റ്റാർ സിംഗറിലും ഒക്കെ പിള്ളേർ പാടുന്നതും പഴയ നല്ല ക്ലാസിക്കൽ പാട്ടുകൾ എടുത്ത് പാടും. പുത്തനൊന്നൊരു പാട്ട് അവർക്ക് ആർക്കും ഒന്നും പാടാൻ പറ്റുന്നില്ലല്ലോ. ഏത് പാട്ടൊന്നും മത്സരം നോക്കിയോളൂ, ഒരു പുതിയ പാട്ട് പോലും പാടുന്നില്ല. ഒരുപക്ഷെ അതില് ജഡ്ജ് ചെയ്യുന്ന ആളുകൾ കുറച്ചും കൂടി പുതിയ ആളുകളാണെങ്കിൽ ചിലപ്പം ഇല്ലില്ല. കാരണം അതിനകത്ത് സംഗീതമില്ലല്ലോ. ഇന്ന് സംഗീതമില്ല, വാക്കുകളേ ഉള്ളൂ. ശരി, കഴിവുള്ളവർക്ക് ആ പാട്ടൊക്കെ പാടാൻ പറ്റുള്ളൂ. അവരെ താലന്ത് പ്രകടിപ്പിക്കണമെങ്കിൽ ക്ലാസിക്കൽ ശേഷമുള്ള നല്ല പാട്ടുമാണ്.